വാങ്ങി ഒരു വർഷം പോലുമാകാത്ത 75 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ഇലക്ട്രിക് ബസ് കട്ടപ്പുറത്തായി. തിരുവനന്തപുരത്തെ പാപ്പനംകോട് KSRTC വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ബസിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കിട്ടി. പല ഇലക്ട്രിക് ബസ്സുകളും ഫുൾ ചാർജ് ചെയ്താലും പലപ്പോഴും വഴിയിലാകുന്നതായും പരാതിയുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലക്ഷങ്ങൾ വിലയുള്ള ബസ് ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞു. ആർക്കും ഒരു പ്രശ്നവുമില്ല. പാപ്പനംകോട് KSRTC വർക്ക്ഷോപ്പിൽ നിന്നാണ് ഈ കാഴ്ച. 75 ലക്ഷത്തിലേറെ രൂപ മുടക്കിയാണ് ഇത് വാങ്ങിയത്. അങ്ങനെ ഒരു ഗൗരവമേ ആരും കാണിക്കുന്നുമില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി KSRTCക്ക് കൈമാറിയതാണിത്. ഇതുപോലെ ആകെ 60 ബസ്സുകളാണ് കോർപ്പറേഷൻ വാങ്ങി KSRTCക്ക് കൈമാറിയത്. 3 മാസത്തിലേറെ ഇതിങ്ങനെ കിടന്നതോടെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എന്ന് നന്നാക്കുമെന്നോ എന്താണ് ഉദ്ദേശമെന്നോ ആർക്കും ഒരു പിടിയുമില്ല. ഈ ബസ് കട്ടപ്പുറത്തായെങ്കിൽ ഇതിനൊപ്പം KSRTCക്ക് കിട്ടിയ ഇതേ കമ്പനിയുടെ മറ്റു ബസ്സുകൾക്കുമുണ്ട് ഗുരുതര പ്രശ്നം. ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് ഫുൾ ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചാർജ് തീരും. ഇങ്ങനെ ചാർജ് തീരുമ്പോൾ പല ബസ്സുകളും കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന അനുഭവമുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. എന്തുകൊണ്ടാണ് KSRTCക്ക് കിട്ടുന്ന ബസ്സുകൾക്ക് മാത്രം ഈ ഗതി ഉണ്ടാകുന്നു എന്നാണ് ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. വാങ്ങിയിട്ട് ഒരു വർഷം പോലും പൂർത്തിയാക്കാത്ത വൻ വിലയുള്ള ഇലക്ട്രിക് ബസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സങ്കടവും ആർക്കും തോന്നുന്നില്ല. കോർപ്പറേഷൻ വാങ്ങി നൽകിയ 60 ബസ്സുകളിൽ പകുതി എണ്ണവും പകുതി പോലും മൈലേജ് കിട്ടുന്നില്ലെന്ന് പറയുന്നതും വലിയ ദുരന്തമാണ്. എന്താണ് KSRTCയിലെ പർച്ചേസിൽ സംഭവിക്കുന്നത്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. 75 ലക്ഷം രൂപയോളം വരുന്ന ബസ്സുകൾ, 60ഓളം ബസ്സുകളാണ് കോർപ്പറേഷൻ വാങ്ങി KSRTCക്ക് കൊടുത്തത്. കട്ടപ്പുറത്തായി പലതും. പല വണ്ടികളും 100 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ചാർജ് ഡൗൺ കാണിക്കുന്ന അവസ്ഥയിലുമെത്തി. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ അതിലെന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ആരുടെ പണം? നമ്മുടെ പണം. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, എന്താണ് ഈ ബസ്സുകൾക്ക് സംഭവിച്ചത്? നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ 60 ബസ്സുകളും ഇപ്പോൾ കട്ടപ്പുറത്താണോ? അതിൽ കുറച്ച് ബസ്സെങ്കിലും ഇപ്പോൾ നിരത്തിലുണ്ടോ? അല്പമെങ്കിലും പണം ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറയുന്നത്? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇതിൽ ഒരു ബസ്സാണ് അരുൺ കട്ടപ്പുറത്തുള്ളത്. 60 ബസ്സുകളും കട്ടപ്പുറത്തല്ല, ഒരു ബസ്സാണ് കട്ടപ്പുറത്തുള്ളത്. അത് 75 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ബസ്സാണ്. ഈ 60 ബസ്സിൽ വലിയൊരു ശതമാനം ബസ്സുകളും പാതി വഴിയിൽ ചാർജ് തീർന്നു പോകുന്നൊരു പ്രശ്നമുണ്ട്. തുടക്കകാലത്ത് ഇത് തുടങ്ങി ഏതാണ്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ, പൂർത്തിയാവുന്നതേ ഉള്ളൂ ഇത് വാങ്ങിയിട്ട്. തുടക്ക സമയത്ത് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ പലതും പല വഴിയിലും ആയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, പലതവണ വാർത്തയായിട്ടുമുള്ളതുമാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. അതായത് ഈ പർച്ചേസിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു കാര്യമുള്ളത് അരുൺ, നമ്മൾ കട്ടപ്പുറത്തായ ആ ഒരു ബസ്സിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഏതാണ്ട് 3 മാസമായി പാപ്പനംകോട്ടെ സെൻട്രൽ ഡിപ്പോയിൽ കിടക്കുകയാണ്, സെൻട്രൽ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ് ഈ ബസ്. ഇത് നന്നാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് 3 മാസത്തിലേറെയായി ഒരു ബസ് ഒന്നും ചെയ്യാതെ കിടക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ മറ്റ് തകരാറുകൾ വരികയും പൂർണ്ണമായി കട്ടപ്പുറത്താകുന്ന സ്ഥിതിയും ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പുതുപുത്തൻ ബസ്സിൻ്റെ ചെയ്സ് പൊട്ടിയ വാർത്ത നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് 2 വർഷം പോലും ആകാത്ത 2 സ്വിഫ്റ്റ് ബസ്സുകളുടെ ചെയ്സിസാണ് പൊട്ടിയത്. പിന്നീട് അത് മന്ത്രി ഓടിക്കില്ല എന്നൊക്കെ റിപ്പോർട്ടറോട് തന്നെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പത്തനംതിട്ടയിലെ വണ്ടി ഓടിക്കുകയാണ്, മറ്റൊരു വണ്ടി പാപ്പനംകോട്ട് കിടക്കുകയുമാണ്. ഈ KSRTCയിലേക്ക് വാങ്ങുന്ന ബസ്സുകൾക്ക് മാത്രം എന്താണ് ഈ തകരാറ് എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 1, 2, 3 ബസ്സുകൾ വാങ്ങിക്കുന്നവർക്കാണ് ഇത് സംഭവിച്ചത് എങ്കിൽ എത്ര വലിയ പ്രശ്നം അവർ ആ കമ്പനിയിൽ ചെന്നാക്കുമായിരുന്നു. അങ്ങനെ ഒരു പുതിയ ബസ് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ നടത്തുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നീക്കവും നമ്മുടെ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ളതാണ്.